നമുക്കിന്നേ ഉച്ചയൂണ് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതേ നല്ല ചാളയാണ് കേട്ടോ കിട്ടിയേക്കണത്. അപ്പം തലേ ദിവസം കൊണ്ടുവന്നതാണ്. ഇന്നലെ കൊണ്ടുവന്നപ്പോൾ തന്നെ അപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റുള്ള ചാളയാണെന്ന് കേട്ടോ. പക്ഷേ എനിക്ക് അപ്പം തന്നെ എടുത്ത് കറി വയ്ക്കാനായിട്ട് പറ്റിയില്ല. കാരണം നമ്മൾ അയില വെച്ചിട്ടുണ്ടായിരുന്നു കറിയായിട്ടേ. അപ്പോൾ പിന്നെ രണ്ടും കൂടെ എടുത്ത് വെക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് പിറ്റേ ദിവസത്തെ കാക്കാന്ന് കരുതി ഞാൻ പിന്നെ വെട്ടിത്തേച്ച് കഴുകാനൊന്നും നിൽക്കാതെ അപ്പാടെ തന്നെ ഫ്രിഡ്ജിലോട്ട് കയറ്റി കേട്ടോ. അങ്ങനെ ദേ മീനെല്ലാം വെട്ടിത്തേച്ച് കഴുകി എടുത്തിട്ടുണ്ട്. വറുക്കാനുള്ളതിലോട്ട് വരഞ്ഞ് മസാല എല്ലാം തേച്ച് പിടിപ്പിച്ച് അവിടെ മാറ്റി വെച്ചേക്കാം. അപ്പോൾ ഇന്നലത്തെ 2-3 കുഞ്ഞയിലയും കൂടെ വറുക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇന്നലെ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് ഇതെല്ലാം വറുത്തിട്ടുണ്ടായിരുന്നില്ല, ഇച്ചിരിയും കൂടെ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ചാളയുടെ കൂട്ടത്തിലൊപ്പം വറുത്തെടുക്കാവേ. ചാള ഞാനിന്നിപ്പോൾ തേങ്ങയും മുളക് വരച്ചിട്ടാണ് കറി വയ്ക്കാൻ പോണത്, അതും പച്ച വെളിച്ചെണ്ണയിൽ. അപ്പോൾ തേങ്ങയ്ക്കകത്തോട്ട് മഞ്ഞൾ പൊടി മുളക് പൊടിയൊക്കെ ചേർത്ത് നല്ല അരച്ചെടുത്ത അരപ്പ് മൺചട്ടിക്കകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ചതച്ചതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുടംപുളിയും ഉപ്പും പിന്നെ നമ്മുടെ ചാളയൊക്കെ ഇട്ട് കൊടുത്ത് കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് അടപ്പത്തേക്ക് വയ്ക്കാം കേട്ടോ. അപ്പോൾ അതേ അപ്പുറത്തെ അടപ്പിലോട്ട് നമുക്ക് മീൻ വറക്കാനും ഇടാം. എന്നിട്ട് ഞാൻ ചെറുതീയിലാക്കി വെക്കുന്നുണ്ട് കേട്ടോ. മീൻ കറി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു കൂട്ടം പച്ചക്കറി നിർബന്ധമാണല്ലോ. അപ്പോൾ ഞാൻ വെണ്ടയ്ക്ക കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, മഞ്ഞൾ വെള്ളത്തിൽ. അത് കഴുകി വാരി നമുക്ക് അരിഞ്ഞെടുക്കാം. ഈ മീൻ വറുത്തത് കാണുമ്പോഴത്തേക്കും ഇനി ആമിക്കും ആലുവിനും മീൻ കറി പിടിക്കൂല കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ആ വെണ്ടയ്ക്കൊക്കെ കഴുകി വാരി അരിഞ്ഞെടുത്തിട്ടേ കുരുമുളക് പൊടിയിൽ താളിച്ചെടുക്കാം കേട്ടോ. ആദ്യം ഞാൻ കുറച്ചരിഞ്ഞപ്പോഴത്തേക്കും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നീട് അരിയാൻ തുടങ്ങിയത് എല്ലാം പുഴു. അങ്ങനെ പിന്നെ ഞാൻ കയ്യിൽ വെച്ച് അരിയാൻ തുടങ്ങി കേട്ടോ. അതാകുമ്പോഴത്തേക്കും പുഴു ഉണ്ടെങ്കിൽ പെട്ടെന്ന് കാണാനും പറ്റുമല്ലോ. അങ്ങനെ ദേ വറുക്കാനിട്ട മീനെല്ലാം തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് മുരിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ചാളക്കറി നല്ല അരപ്പൊക്കെ തിളച്ച് ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ അതിലോട്ട് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും വിട്ട് കൊടുത്തിട്ട് തടത്തുണി വെച്ചിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടി വന്നപ്പോഴത്തേക്ക് അതിനകത്തോട്ട് സവോളയും വെണ്ടയ്ക്കും ഞാൻ കുറച്ച് ഉപ്പ് തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഇച്ചിരി മഞ്ഞൾ പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അടച്ച് വെക്കണം കേട്ടോ. അടച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വഴുവഴുപ്പ് കൂടെ ഉള്ളൂ. തുറന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് താളിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ദേ കറികളൊക്കെ റെഡി ആയപ്പോഴത്തേക്കും എല്ലാം കൂടെ കുഴച്ച് പിടിച്ച് വേഗം തന്നെ ചോറ് കഴിച്ചാൽ പത്രമുള്ളൂ കേട്ടോ.